ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ക്വിക്കായിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ മേക്കപ്പിന് മുന്നേ മേക്കപ്പായിട്ടൊന്നും കാര്യമുള്ള പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് സ്കിൻ കെയർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു BB ക്രീം യൂസ് ചെയ്യാനാണ് ഇപ്പോഴത്തെ ഒരു ഐഡിയ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ? ആദ്യം തന്നെ യൂസ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ ഈ ഒരു ടോണറാണ് കേട്ടോ. കുറച്ച് ഫാസ്റ്റായിട്ട് റെഡി ആവണം, കാരണം ഞാൻ ഇത്തിരി ലേറ്റ് ആണ്. ഓക്കെ, ടോണർ ഒന്ന് സെറ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു സെറം യൂസ് ചെയ്യാം. ഇത് വന്നിട്ട് ഫോക്സ്ടെയിലിൻ്റെ റാപ്പിഡ് സ്പോട്ട് റിഡക്ഷൻ ഡ്രോപ്സ് ആണ് കേട്ടോ. ശരിക്കും സെറം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഡ്രോപ്സ് ആണ്. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ കുറേ വിറ്റാമിൻ സിയും അതേപോലെ മറ്റ് നൈസിഡമായ ടോണേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നോക്കി, അതുപോലെ സെറംസ് യൂസ് ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഇത് തോന്നുന്നുണ്ട്, പെട്ടെന്ന് റിസൾട്ട് തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത മാസം ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ട് കസിൻ്റെ. അപ്പോൾ എന്തായാലും അപ്പോഴേക്കും ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യണമല്ലോ. യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് മോയ്സ്ചറൈസർ തന്നെ ഇതായിരുന്നു കേട്ടോ, പോൺസിൻ്റെ. ആദ്യമൊക്കെ +2 ആ ടൈം കഴിഞ്ഞിട്ട് അപ്പോഴൊക്കെയാണ് ഞാൻ മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൈമർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബേസ് കുറച്ചും കൂടി ഒരു ലൈറ്റ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫൗണ്ടേഷൻ വേണ്ട, BB ക്രീം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് BB ക്രീം അപ്ലൈ ചെയ്യാം. BB ക്രീം അപ്ലൈ ചെയ്യുന്ന മുന്നേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഒന്ന് സ്കിപ്പായി പോയി, അത് ലിപ് ബാം ആണ് കേട്ടോ. ഒരുപാട് ലിപ് ബാംസ് യൂസ് ചെയ്യുമ്പോഴും ഈ ഒരു സിസ് ബ്യൂട്ടി ലിപ് ബാം ഉണ്ടല്ലോ, ഇത് കുറച്ചും കൂടി ലോങ് ആയിട്ട് ആ ഒരു മോയ്സ്ചറൈസിങ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന വരെയും ലിപ്സ് കുറച്ചും കൂടി ഒന്ന് പ്രപ്പായിട്ട് ഇരിക്കുന്നുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ. ബാക്കിയെല്ലാം പെട്ടെന്ന് ഡ്രൈ ആവണ പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സംഭവം കണ്ടപ്പോഴാണ് അത് മിസ് ചെയ്തു എന്ന് മനസ്സിലായി. സൺസ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഒന്ന് ലേറ്റ് ആവണ പോലെ ഉണ്ട്. സോ ഫാസ്റ്റായിട്ട് റെഡി ആവുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നു പോകും. ഞാൻ ആദ്യം വിചാരിച്ചത് റെഡിയായി കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് കൊടുക്കാമെന്ന് കേട്ടോ. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടാത്ത പോലെ തോന്നും. എഡിറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് കൂടുതൽ പണിയായിട്ട് തോന്നും. അപ്പോൾ വലിയ പ്രശ്നമില്ല. നമുക്കിന് BB ക്രീം യൂസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന BB ലൈറ്റ് പ്രീമിയം സ്കിൻ ക്രീമാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി നോർമൽ ക്രീമിനെക്കാട്ടി കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. സോ കുറേ ആയി ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതുപോലെ വളരെ കുറച്ച് പ്രൊഡക്റ്റ് മതിയാവും. ഓവർ ആയിക്കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഇട്ട പോലെ ഉണ്ടാവും. സോ വളരെ കുറച്ച് മതിയാവും നമുക്ക്. അതുപോലെ പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നുണ്ട്. നമുക്ക് കൈ വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ BB ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കോമ്പാക്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ കുറേ ആയിട്ട് കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തോ ഭയങ്കര ഒരു ഒട്ടും എൻ്റെ സ്കിൻ അല്ലാത്ത പോലെ ഫീൽ ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ഗ്ലോയി ലുക്കിൽ തന്നെ ഇരുന്നോട്ടെ. ആൻഡ് ഈ ഒരു BB ക്രീം വലിയ രീതിയിൽ എൻ്റെ സ്കിന്നെ അങ്ങനെ ഭയങ്കര ഗ്ലോ ആയിട്ടൊന്നും കാണില്ല. നിങ്ങൾക്ക് ചെറിയൊരു മാറ്റ് ഫിനിഷ് എന്ന രീതിയിൽ തന്നെ കാണുന്നുണ്ടാവുക. സോ ഇത് മതി, നമുക്ക് കൂടുതലായിട്ടും അതിൻ്റെ മേലെ കൂടെ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് നമുക്കിനി ബ്ലഷ് അപ്ലൈ ചെയ്യാം. ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്ന പിൽഗ്രിമിൻ്റെ ഒരു സ്പാനിഷ് കളക്ഷൻ റേഞ്ചിൽ വരുന്ന ബ്ലഷ് ഡുവോ ഈ ഒരു ഷെയ്ഡാണ്. അത് കോറൽ റുംബ ഷെയ്ഡാണ് 02. സോ ഇത് വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് 2 ഷെയ്ഡും കൂടെ ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലൈറ്റായി തട്ടി കൊടുക്കുക, അപ്ലൈ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഈ മിററിൽ കാണുന്ന സമയത്തില്ലേ നമുക്ക് തോന്നും ഒട്ടും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ പുറത്ത് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പം എന്നെ ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ കുറച്ച് കൂടുതൽ ബ്ലഷ് അപ്ലൈ ചെയ്ത പോലെ ഉണ്ടാവും. കുഴപ്പമില്ല, നമുക്കൊരു 5 മിനിറ്റ്സ് കൊണ്ട് ഇത് സെറ്റ് ആയിക്കോളും കേട്ടോ. അത് കഴിഞ്ഞാൽ ശരിക്കും ഒരു നാച്ചുറൽ ഗ്ലോ ഉണ്ടാവും. മറ്റേത് നമ്മൾ കറക്റ്റായിട്ടുള്ള ബ്ലഷ് ആണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോകുമ്പോഴേക്കും അത് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടാവും. സോ ബെറ്റർ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്യുന്നതാണ്. കുറച്ച് നമ്മൾ ആ ഫംഗ്ഷനൊക്കെ എത്തുമ്പോഴേക്കും സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഐലൈനർ കേട്ടോ. ഐലൈനർ ഞാനൊന്ന് വേഗം പോയിട്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസ്കാര യൂസ് ചെയ്യാം. ഓക്കെ.
ഓക്കെ, ഐലൈനർ അപ്ലൈ ചെയ്തിട്ടാണ് ലാക്മിയുടെ ഐലൈനർ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മസ്കാര യൂസ് ചെയ്യും. ഇത് വന്നിട്ട് പിൽഗ്രിമിൻ്റെ വോളിയം ആൻഡ് ലെങ്ത് ട്യൂബിംഗ് മസ്കാരയാണ്. ട്യൂബിംഗ് മസ്കാര നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും റിമൂവ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മസ്കാരയാണ്. അപ്പോൾ നിങ്ങൾക്ക് മസ്കാര യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പരന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മുടെ ഐലാഷസ് ഒക്കെ പൊട്ടി പോകുന്നുണ്ട് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ബെറ്റർ ആയിരിക്കും. ഓക്കെ, മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ലിപ്സ്റ്റിക് കൂടി അപ്ലൈ ചെയ്ത് അത്യാവശ്യം ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ ലിപ് ബാം ഞാൻ എൻ്റെ എക്സ്ട്രാ വന്നിട്ടുള്ള റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് വന്നിട്ട് പിൽഗ്രിമിൻ്റെ ലേറ്റസ്റ്റ് എഡിഷൻ ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ഷെയ്ഡ് വന്നിട്ട് 03 ബോജി ബേബി ആണ് കേട്ടോ ഷെയ്ഡ്. സോ ഇതൊരു മാറ്റ് ഫിനിഷ് ആയിട്ട് ലിപ്സ്റ്റിക് ആണ്. ഭയങ്കര ക്രീമിയാണ് ആൻഡ് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് കൂടിയാണ്. സോ ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന് മേലെ നമുക്ക് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഏതെങ്കിലും ഇഫ് ഷെയ്ഡ് കുറച്ചുകൂടി കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക് ട്രൈ ചെയ്യുന്നത്. കൊള്ളാണ് ലിപ്സ്റ്റിക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഷെയ്ഡ്. അപ്പോൾ എന്തായാലും ലിപ്സ്റ്റിക്ക് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഞാൻ ഇതിന് മേലേക്ക് വേറെ ഒരു ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഷെയ്ഡ് അത്രയ്ക്ക് അടിപൊളിയാണ്. ഈ ഒരു ഡ്രസ്സിന് ഈ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും ബ്രൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അലമ്പായനെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നറിയില്ല. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം, അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ പൊട്ടൊക്കെ വയ്ക്കണം. സോ പൊട്ട് വെച്ച് ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇനി അതും കൂടി ഞാൻ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ടൈം ഡിലേ ആവും, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ചായിട്ട് പെർഫ്യൂമിന് പകരം ബോഡി മിസ്റ്റാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇത് വന്നിട്ട് പ്ലമ്മിൻ്റെ ബോഡി ലവിങ് ബോഡി മിസ്റ്റാണ്. ഒരു വാനില സ്മെല്ലാണ് കേട്ടോ. ശരിക്കും നമുക്കൊരു കപ്പ് കേക്ക് പോലെ ഫീൽ ചെയ്യും. പെർഫ്യൂം പോലെ ഇല്ലെങ്കിലും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ഇയറിംഗ്സിന് വേണ്ടിയിട്ട് ഈ ഒരു സിൽവർ ഓക്സിഡൈസ് ജുംക്കയാണ് പെയർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ലുക്കിന് ഈ ഒരു ജുംക്ക അടിപൊളിയായിട്ട് മാച്ച് ആവേണ്ടതെന്നുള്ളത്. പിന്നെ ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. പിന്നെ ഈ ഒരു ഇയറിംഗ്സ് ആണെങ്കിലും ഈ കുർത്തി സെറ്റ് ആണെങ്കിലും എല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ള ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.